നമസ്കാരം യൂട്യൂബ് എല്ലാവർക്കും നമസ്കാരം. രായൻ മൂവി ദേ ഇപ്പൊ കണ്ടറിയുള്ളൂ. നമ്മുടെ സ്വന്തം ധനുഷിന്റെ തിരക്കഥയിൽ ആള് തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ മൂവി. മൂവിയെ പറ്റിയും പറയാനായിട്ട് മുമ്പ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറച്ച് പേരുടെ കാര്യങ്ങൾ എന്തായാലും എടുത്ത് പറയേണ്ടതാണ്. എക്സ്പെഷ്യലി ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, സ്റ്റണ്ട് കൊറിയോഗ്രാഫി, പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. ആദ്യം തന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫിനെ പറ്റിയിട്ട് പറയാം. ഭയങ്കര മാരകമായിട്ടുള്ള ബ്രൂട്ടൽ ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ പീറ്റർ ഹെയ്നാണ്. പീറ്റർ ഹെയ്നെ പറ്റിയിട്ട് പറയുമ്പോൾ ചന്തു, ഇടിയൻ ചന്തു എന്ന മൂവി അത് കണ്ടവർക്ക് അറിയാൻ പറ്റും പീറ്റർ ഹെയ്ന്റെ ഒരു തിരിച്ചുവരവ് ആ സിനിമയിലാണോ അതോ ഈ സിനിമയിലാണോ എന്നുള്ള കാര്യം. ഇടിയൻ ചന്തുവിൽ നിന്ന് രായനിലേക്ക് വരുമ്പോഴാണ് ആളുടെ തിരിച്ചുവരവിന് വീര്യം കൂടുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ആൾ ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. ഓം പ്രകാശ് ആളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്രൈം സീനുകളൊക്കെ നടക്കുന്നത് രാത്രിയാണല്ലോ. അപ്പോൾ രാത്രിയിലാണ് ഈ ചിത്രത്തിന്റെ ഒരു 70% ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ രാത്രിയുടെ മനോഹാരിത ശരിക്കും ഈ സിനിമാറ്റോഗ്രാഫർക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് ശരിക്കും ഫീൽ ചെയ്യും. അത് ആ ഓരോ ഫ്രെയിംസും അത് എടുത്തു വെച്ചേക്കണ രീതി നല്ല രസകരമായിട്ട് തന്നെ ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ റഹ്മാൻ സാറിനെ പറ്റിയിട്ടാണ്. ഒരുപാട് സ്ഥലത്ത് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതിനെയൊക്കെ മറയ്ക്കാനായിട്ട് നമ്മുടെ റഹ്മാൻ സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും മ്യൂസിക്കിനും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സ്ഥലത്ത് ലാഗ് ഉണ്ട് ഈ സിനിമയിൽ. അത് നമ്മുടെ റഹ്മാൻ സാറിന്റെ മ്യൂസിക്കിലൂടെ നമ്മളെ പിടിച്ചിരുത്തും ഒരുപാട് ആളുടെ സംഗതികൾ ഉണ്ട് ഈ സിനിമയിൽ. സന്ദർഭത്തിന് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു BGM-ഉം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റഹ്മാൻ സാർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പാസം വരുന്ന കുറെ സീനുകളിലൊക്കെ ഉണ്ട് ഒരുപാട് ലാഗും കാര്യങ്ങൾ. ആ സമയത്തൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ആ ലാഗും കാര്യങ്ങൾ. അതിനെ മറയ്ക്കാനായിട്ട് നമ്മുടെ റഹ്മാൻ സാറിന്റെ മ്യൂസിക്കിന് ഒരുപാട് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി കഥയിലേക്ക് വരാം. തിരക്കഥ ഭയങ്കര വീക്കായിരുന്നു കേട്ടോ, ഭയങ്കര വീക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനെ ശരിക്കും മേക്കിംഗ് കൊണ്ടാണ് ശരിക്കും ഒരു വ്യത്യസ്തമാക്കി വെച്ചിരിക്കുന്നത്. അത് നോക്കുമ്പോൾ നമ്മൾക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഈ സിനിമയിൽ. ഈ കഥയിലെ ഫൈറ്റ് സീനുകൾ, ഫൈറ്റ് രംഗങ്ങളുണ്ട്. അത് അത്ര ഭയങ്കര അല്ലെങ്കിലും അത്യാവശ്യം ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരുപാട് ഫൈറ്റ് സീനുകളും കാര്യങ്ങളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്ക് ഭയങ്കര നമ്മളെ പിടിച്ചിങ്ങനെ ഇരുത്തിയിട്ട് ആ ഒരു രായൻ ബ്രദേഴ്സിന്റെ ആ ഒരു 3 പേരും കൂടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രകമ്പനം ശരിക്കും നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ പറ്റും. അതായത് ഇവര് 3 പേരും കൂടി വന്നിട്ട് ഒരു ഗാങ്സ്റ്റർ ഗ്യാങ്ങിനെ തന്നെ ഉന്മൂലനം ചെയ്യാണ്. അത് വന്നിട്ട് അതും ഭയങ്കര ഇടിയൊന്നല്ല, അത് കുത്ത് വെട്ട് അങ്ങനത്തെ പരിപാടികൾ മാത്രം പിടിച്ചിട്ടുള്ള പരിപാടികളാണ് ഇതിൽ. അത് അത് കണ്ടു കഴിഞ്ഞിട്ട് ആ ഇന്റർവ്യൂല് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കും, ഇനിയാണ് പടത്തിലൊരു ഒരു ഒരു വരവെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഗ്യാങ്ങിനെയാണ് ഇവര് അടിച്ച് നശിപ്പിച്ചിട്ടാണ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്റർവെല് തൊട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ആ ഒരു പഞ്ച് നമുക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല, എവിടെയും കിട്ടിയിട്ടില്ല. ഫൈറ്റ് ആ ഫൈറ്റ് സീനുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എവിടെയും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഫാമിലി ഓഡിയൻസിനെ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബ്രൂട്ടൽ ആയിട്ടുള്ള ഫൈറ്റ് സീനുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചെറിയ പിള്ളേർക്കൊക്കെ അത് കണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഫാമിലി ഓഡിയൻസ് പോകുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള മനസ്സിൽ വെച്ചിട്ട് സിനിമ കാണാൻ പോവുക. പിന്നെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ, പിന്നെ ധനുഷിന്റെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ, ധനുഷിന്റെ കഥാപാത്രം എന്താണോ ഡിമാൻഡ് ചെയ്യണത്, അതായത് ആ ധനുഷിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കാതവരായ, അതാണ് ആളുടെ കഥാപാത്രത്തിന്റെ പേര്. ആ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരെടുത്തും അങ്ങനെ വലിയ വർത്താനം ഒന്നും പറയില്ല, ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടറാണ്. ആകെ കൂടി അനിയന്മാരെടുത്ത് വരെ ആള് ആ ഒരു രീതിയിലാണ് സംസാരിക്കലും കാര്യങ്ങളൊക്കെ. പക്ഷെ ഏറ്റവും താഴെയുള്ള പെങ്ങളുടെ അടുത്ത് ആള് ഭയങ്കര ചിരിക്കലും എന്തെങ്കിലും കാര്യത്തിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു പെങ്ങളുടെ അടുത്ത് മാത്രമായിട്ടുള്ള ഒരു ചിരി മാത്രമാണ് നമുക്ക് ഈ കഥാപാത്രത്തിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്നെ ശരിക്കും ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിദാസ് ജയറാമിന്റെ ഒരു ഒരു സ്ക്രീൻ പ്രസൻസ് ആണ്. അത് ഭയങ്കര തികച്ചും വ്യത്യസ്തമായിട്ട് ആള് മുന്നേ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ
ബാക്കിയുള്ള കഥാപാത്രത്തെക്കാട്ടും ഈ ഒരു സിനിമയിൽ ആൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി ആളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഭയങ്കരമായിട്ട് മാറ്റുന്നുണ്ട്. ആളുടെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ കഥാപാത്രങ്ങൾക്കും ധനുഷ് ഒഴിച്ച് ബാക്കി രണ്ട് ബ്രദേഴ്സിനും വരുമ്പോൾ ഇൻട്രോയില് തന്നെ ഒരു ഫൈറ്റ് സീനും അവരുടെ കഥാപാത്രം എന്താണെന്ന് കാണിച്ചു തരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇതിനകത്ത്. അത് ഈ കാളിദാസ് ജയറാമിന്റെ ഒരു കോളേജിൽ വെച്ചുണ്ടാവുന്ന ഫൈറ്റ് സീനുകൾ നമുക്ക് പറഞ്ഞു തരും കാളിദാസ് ജയറാമിന്റെ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ സുന്ദീപ് കിഷാന്റെ ക്യാരക്ടറും. ആളെന്ന് പറഞ്ഞാൽ ഏത് നേരം ബാറിൽ കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കുന്ന തല്ലും പിടി ഏത് അവിടെ നിന്ന് വഴിക്കൂടെ പോണ വള്ളി വരെ ആള് പിടിച്ച് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ സുന്ദീപ് കിഷാനും. ആളും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കാണെങ്കിൽ നമ്മുടെ ധനുഷിനെ ഏട്ടനെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്, പേടിയാണ് റെസ്പെക്റ്റും ആണ്. ധനുഷിന്റെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആയിട്ടുള്ള പോക്കാണ്. പക്ഷെ ധനുഷിന്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് കൊടുക്കുന്ന കുറെ രംഗങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ധനുഷിന്റെ ബ്രദറായിട്ടുള്ള സെൽവരാഘവന്റെ ക്യാരക്ടർ ശരിക്കും ധനുഷിനെ പറ്റിയിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. സെൽവരാഘവനും അതെ നല്ല രസകരമായിട്ട് തന്നെ ആള് ചെയ്തിട്ടുണ്ട്. ആളുടെ മുന്നത്തെ കഥാപാത്രങ്ങൾ വെച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. സെൽവരാഘവന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രായൻ ബ്രദേഴ്സിന്റെ ഒരു ഗാർഡിയനാണ്. ഈ 4 പേരുടെ ഒരു ഗാർഡിയനായിട്ടാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഷാര വിജയന്റെ കഥാപാത്രം ദുർഗ. ഈ 3 പേരുടെ പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുടെ ഫസ്റ്റ് ഹാഫിൽ ആള് ഇങ്ങനെ പതുങ്ങിയ മട്ടിലാണ് ഇങ്ങനെ പോണത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ആളുടെ ഒരു രൗദ്രഭാവം നമുക്ക് ശരിക്കും ഈ സിനിമയിൽ കാണാൻ പറ്റും. അത് ചില സ്ഥലത്തൊക്കെ ഒരു പാളിച്ചൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എസ്പെഷ്യലി നമുക്ക് ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു ക്ലിനിക്കിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് സീൻ, അതൊരു ഗംഭീരമായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ധനുഷിന്റെ സ്ക്രീൻ പ്രസൻസ് എത്രയുണ്ടോ അത്രയും തന്നെ നമ്മുടെ ഈ തുഷാര വിജയന്റെ കഥാപാത്രം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അത്ര ഗംഭീരമായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ കോമഡി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപർണ ബാലമുരളിയുടെയും പ്രകാശ് രാജിന്റെയും ക്യാരക്ടറാണ്. പ്രകാശ് രാജിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറാണ്. ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാങ്ങിനെ കടിച്ചമർത്താൻ വരുന്ന ഒരു പോലീസ് ഓഫീസറാണ്. സൈലന്റ് ആയിട്ടാണ് ആള് വർക്ക് ചെയ്യണത്. അപ്പൊ ആള് ഈ ഈ ഗാങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മി തല്ലി നടക്കണ അങ്ങനത്തെ ഒരു ടീമുകളല്ല. ഇവര് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോ ഇയാൾക്ക് ഇതൊന്നും പിടിക്കാണ്ട് ഇവരെങ്ങനെയെങ്കിലും തമ്മി തല്ലിച്ച് നശിപ്പിച്ച് കളയണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ പ്രകാശ് രാജിന്റെ. അത് അത്ര വലിയതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ കോമഡി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അപർണ ബാലമുരളിയുടെ ഒരു ക്യാരക്ടറാണ്. ആളെന്ന് പറഞ്ഞ ഒരു പൈങ്കിളി ആയിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി. നമ്മുടെ ധനുഷിന്റെ രണ്ടാമത്തെ സഹോദരൻ സുന്ദീപ് കിഷാന്റെ ഒരു പെയറായിട്ടാണ് ഇതിൽ വന്നേക്കണത്. ആള് കുറെ സ്ഥലത്തൊക്കെ കുറച്ച് കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ SJ സൂര്യയുടെ ക്യാരക്ടർ ആളുടെ മുന്നത്തെ വേഷങ്ങളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കഥാപാത്രമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ആളുടെ ആ ഒരു കോമഡി വില്ലനായിട്ട് വരുമ്പോൾ ഉള്ള കോമഡി കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തും ഉണ്ട്. അത് നല്ല തിയേറ്ററിൽ ചിരി ഉണർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരലക്ഷ്മിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതിന് പകരം വേറെ ആര് വന്ന് ചെയ്താലും അത് ആ ഒരു റോളിന് പറ്റി ഇതൊരു ആള് തന്നെ വേണമെന്ന് ഫീൽ ചെയ്തില്ല. ആ ഒരു ക്യാരക്ടറിന് അത്ര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ മലയാളത്തിലെ നമ്മുടെ ആളുടെ പേര് ഞാൻ മറന്നുപോയി. അതെ ആളുടെ ഒരു ക്യാരക്ടറൊന്നും ഈ ഇതേപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ സിനിമ മൊത്തത്തിൽ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 1 ടൈം വാച്ച് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു പാസ്സൊക്കെ വരുമ്പോൾ ഒരു ലാഗ് അടിപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫൈറ്റ് സീനുകളൊക്കെ ഗംഭീരമായിരുന്നു. ഈവൻ നമ്മുടെ റഹ്മാൻ സാറിന്റെ മ്യൂസിക്കും എല്ലാം അതും അടിപൊളിയുണ്ട്. അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു സിനിമയിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.